എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫൈറ്റിൻ്റെ മൂന്നാം ഘട്ടമാണ് നടക്കുന്നത്. ആ സമയം അവിടേക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് കടന്നു വന്നത് ഒരു മമ്മിയാണ്. മമ്മിയും ഹാൻസം ബോയും രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷേ ഹാൻസം ബോയ്ക്കാണെങ്കിൽ ആ മമ്മിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ്റെ അറ്റാക്കിൽ തകർന്ന് അവൻ താഴേക്ക് വീഴും. അവനെ സഹായിക്കാനായിട്ട് അവൻ്റെ അസിസ്റ്റന്റ് റാബിറ്റ് ഒരു ബേർഡായിട്ട് അവിടേക്ക് പറന്നു വരും. പക്ഷേ അവനാണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് അതിനെ അടിച്ച് താഴെയിടും. അതിനുശേഷം ഹാൻസം ബോയിയെ തിളച്ചു മറിയുന്ന ലാവയിലേക്ക് വലിച്ചെറിയാണ്. കറക്റ്റ് സമയം ഗോക്കു ആണെങ്കിൽ അവൻ്റെ ആ സ്റ്റിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഹാൻസം ബോയിയെ സേവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവർ അല്പം ബ്രേക്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അവൻ്റെ റാബിറ്റിനെ കയ്യിലെടുത്ത് പിടിക്കും. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ആര് ഫൈറ്റ് ചെയ്യും? ഇതിൽ തോറ്റുപോയാൽ അവരുടെ ആഗ്രഹം അത് നടക്കില്ല. കുഞ്ഞിപ്പെണ്ണ് പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇതുപോലെ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടാവുക നിങ്ങളുടെ ജീവനാണ്. പക്ഷെ ഗോക്കു അങ്ങനെയാണെങ്കിൽ അതൊന്നും തളർത്താതെ അവനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല. അടുത്തായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ബോയ് ആണെങ്കിൽ വാണിംഗ് കൊടുക്കും, ഗോക്കു നീ കരുതും പോലെ അവൻ നിസ്സാരക്കാരനല്ല, അവൻ ഭയങ്കര പവർഫുൾ ആണ്. വളരെ കെയർഫുൾ ആയിട്ട് വേണം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അതിന് ഗോക്കു ഓക്കെ പറഞ്ഞ് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടി വരും. ഗോക്കു ആണെങ്കിൽ സ്ട്രെച്ചൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് സിമ്പിളായിട്ട് പറയും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തായിട്ട് ഞാനാണ് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോണേ. അത് കേട്ട് ആ മമ്മി ചിരിക്കും. ഓ നോ, ഞാൻ കരുതിയത് അല്പം കൂടെ പവർഫുള്ളായ ആരെങ്കിലും നിങ്ങളുടെ ടീമിൽ നിന്ന് അയക്കുമെന്നാണ്. പക്ഷെ ഏറ്റവും വീക്കായ നിന്നെയാണോ അവരയച്ചത്? നിന്നെ ഒരു സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ഇല്ലാതാക്കും. ആണെങ്കിൽ അത് കേട്ട് ക്യാഷ്വലായിട്ട് ചിരിച്ച് അവനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ മാസ്റ്റർ റോഷിയോട് നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, വളരെ പവർഫുൾ ആണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ എൻ്റെ സിസ്റ്റർ അവളൊരു ക്രൂക്കഡ് മൈൻഡഡ് ആണ്. അവളുടെ അസിസ്റ്റന്റ് അവൻ നിസ്സാരക്കാരനല്ല. ഇവിടെ മമ്മിയാണെങ്കിൽ ഗോക്കുയെ തന്നെ സൂക്ഷിച്ചു നോക്കും. അടുത്ത നിമിഷം അവൻ ജയന്റ് ആയതുപോലെ അവന് ഫീൽ ചെയ്യുകയാണ്. ഓ നോ, ഇവിടെ എന്താ സംഭവിക്കണേ? ഇത്ര വേഗം ജയന്റ് ആയും ചിന്തിച്ച് അവൻ ഒന്നുകൂടെ ഗോക്കുയെ നോക്കും. ഗോക്കു നോർമലായിട്ട് നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വീണ്ടും അവനെ പരിഹസിച്ച് അറ്റാക്ക് ചെയ്യാൻ വിളിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ റോഷിയോട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, ഗോക്കുവിന്റെ പവറും ഫോക്കസും അതെല്ലാം തന്നെ അൺബീറ്റബിൾ ആണ്. അതിന് മാസ്റ്റർ പറയും, നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. പക്ഷേ ആ ഒരു മമ്മിക്ക് അതിന് കഴിഞ്ഞ് ഏറെ പവറുണ്ട്. അത് വളരെ സ്പീഡാണ്. മാത്രമല്ല അതൊരു ഇമ്മോർട്ടലാണ്. അതിനെ ഇല്ലാതാക്കാൻ ഗോക്കുവിനാവില്ല. അവൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവനാണ്. അത് കേട്ട് അവിടെയുള്ളവരെല്ലാവരും ഞെട്ടും. അതേസമയം ഗോക്കുവിനാണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവൻ ടെററായി ആ മമ്മിയെ തന്നെ വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഫൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം ആ ഒരു മമ്മി അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. ഹാൻസം ബോയ് ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോക്കു നീ കരുതും പോലെയല്ല, അവൻ വളരെ പവർഫുൾ ആണ്, ഇമ്മോർട്ടലാണ്. വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നീ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അവനത് പറഞ്ഞു തീർക്കേണ്ട താമസം സത്യം മമ്മിയാണെങ്കിൽ ഗോക്കുവിനെ ആഞ്ഞടിക്കും. അവൻ ഗോക്കുവിനെ മുകളിലേക്ക് അടിച്ചു പറത്തിവിടും. അതിനുശേഷം കാല് മടക്കി അവൻ്റെ ബോഡിയിൽ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ഒരുപാട് സ്പീഡിൽ താഴേക്ക് വന്ന് ആ ഒരു മോൺസ്റ്ററിന്റെ നാവില് അടിച്ചു വീഴുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് വലിയൊരു ഞെട്ടൽ. ഈ പെണ്ണാണെങ്കിൽ ഗോക്കുവിന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയും. ഇവിടെ ആ ഒരു മമ്മി അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇത്ര എളുപ്പമായിരുന്നു ഇതെന്ന് ഞാൻ കരുതിയതല്ല. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് വിളിച്ചു പറയും, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല. തീർച്ചയായിട്ടും നീ തോറ്റു പോയിരിക്കും. സോ അതുകൊണ്ട് തന്നെ തോൽവി സമ്മതിക്കാൻ തോറ്റതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് പറയും. അടുത്ത നിമിഷം അവർക്ക് എല്ലാവർക്കും വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഗോക്കു എഴുന്നേറ്റ് വരും. അത് കാണേണ്ട താമസം മുട്ടപ്പൻ ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, മാസ്റ്റർ അത് കണ്ടില്ലേ, ഗോക്കുവിന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല, അവൻ ഓക്കെയാണ്. അത് കാണുമ്പോൾ മാസ്റ്ററും ഇംപ്രസ്ഡ് ആവും. എൽഡർ ലേഡിക്കും ആ മമ്മിക്കും അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. മമ്മിയാണെങ്കിൽ ഷോക്കായിട്ട് കണ്ണു തള്ളി ഗോക്കുവിനെ തന്നെ നോക്കും. ഇതാദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു അപമാനം. ഇത് ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അടുത്തു വന്ന ഗോക്കുവിനെ ഓറഞ്ചം പൊറഞ്ചം ഹിറ്റ് ചെയ്യും, കിക്ക് ചെയ്യും, ഒരുപാട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അതൊന്നും തന്നെ അവൻ്റെ ബോഡിയിൽ ഏൽക്കില്ല. കൺട്രോൾ പോയ മമ്മിയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു പേപ്പേഴ്സ് അതങ്ങനെ സ്ക്രോളാക്കി നീട്ടി ഇപ്പോൾ ഗോക്കുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. കാര്യങ്ങൾ കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കിയ ഹാൻസം ബോയ് അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോക്കു അവിടുന്ന് ദൂരേക്ക് മാറ്, ആ പേപ്പറിൽ പെട്ടുപോകാനായിട്ട് പാടില്ല. അവനത് പറയുമ്പോഴേക്കും ഒരു പേപ്പർ വന്ന് 2 കൈകളും ബന്ധിക്കുകയാണ്. അതിനുശേഷം അവൻ്റെ ബോഡി മുഴുവനായിട്ട് ആ ഒരു പേപ്പർ അതങ്ങനെ റൗണ്ട് ചെയ്യും. എൽഡർ ലേഡിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ ഒരു മമ്മി അവനാണെങ്കിൽ ആ പേപ്പർ ഉപയോഗിച്ച് ഇപ്പൊ ഗോക്കുവെ വരിഞ്ഞു മുറുക്കുകയാണ്. വേദന കൊണ്ട് ഗോക്കു പൊളയും. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഗോക്കുവിനോട് നീ പരാജയപ്പെട്ടോ ചോദിക്കും. ഗോക്കു ആണെങ്കിൽ നിലവിളിച്ച് കരയും. അതിനുശേഷം വിളിച്ചു പറയും, ഇല്ല ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ പേപ്പറിൽ ആഞ്ഞു വലിച്ച് ഇപ്പൊ അവന്റെ എല്ലുകൾ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊട്ടപ്പൻ
ടെൻഷനായി മാസ്റ്റർ റോഷിയെ നോക്കും. അതിനാള് പറയും, ആ ഒരു പേപ്പർ അതൊരു സാധാരണ പേപ്പറല്ല, അതൊരു മെറ്റൽ ഷീറ്റാണ്, അതിന് ഭയങ്കര പവറാണ്, അത് തകർക്കാൻ പറ്റില്ല. ഗോക്കു ഗിവപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ കൊല്ലപ്പെടും. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ മാസ്റ്ററോട് പറയും, നിങ്ങൾക്കറിയില്ലേ ഗോക്കുവിന്, അവൻ ഒരിക്കലും ഗിവപ്പ് ചെയ്യില്ല. എന്ത് വില കൊടുത്തും ഗോക്കുവിനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോക്കു, മാസ്റ്റർ പറയുന്നത് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്, നീ ഗിവപ്പ് ചെയ്യ്, നമുക്ക് മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഈ ബാറ്റിൽ ജയിക്കാം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അത് കണ്ട് പൊട്ടിക്കരയും, ഗോക്കു, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്ക്, നിന്റെ കൂടെ ജീവൻ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നീ ഗിവപ്പ് ചെയ്യ്. ഗോക്കു ആണെങ്കിൽ ഞാൻ ഗിവപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ മമ്മിയുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ആ എൽഡർ ലേഡി അവരാണെങ്കിൽ പൊട്ടിച്ചെരിച്ച്, നീ ഒന്നൊക്കെ ഫൈറ്റ് ചെയ്യണം, അതല്ല എങ്കിൽ ഗിവപ്പ് ചെയ്യണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നീ തീർച്ചയായിട്ടും ഈ ഫൈറ്റിൽ ജയിക്കില്ല. എനിക്ക് ആ ഡ്രാഗൺ ബോൾ അതെന്ത് വില കൊടുത്ത് നേടണമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ കട്ടയ്ക്ക് അങ്ങനെ ടെററായിട്ട് നിൽക്കും. അമ്മയാണെങ്കിൽ പേപ്പർ അങ്ങനെ ടൈറ്റാക്കി അവനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു പതിയെ പതിയെ നിരങ്ങി അതിന്റെ ബ്രിമ്മിലേക്ക് വരും. അവന്റെ കാല് തട്ടി ഒരു ചെറിയ കല്ല് താഴേക്ക് വീഴുകയാണ്. ആ കല്ല് ആ ലിക്വിഡിൽ വീഴേണ്ട താമസം അതങ്ങനെ ഭസ്മമായി പോകും. ഗോക്കു ആണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കാതെ ആ ഒരു പേപ്പറിന് ഒരു ഭാഗം കടിച്ചു പിടിച്ച് താഴേക്ക് എടുത്ത് ചാടും. ഗോക്കുവിന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി എല്ലാവരും ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഗോക്കു അവൻ ആ വെള്ളത്തിൽ വീഴാതെ ആ കയർ കടിച്ചു ചുറ്റിരിക്കുന്ന പേപ്പർ റോള് അതങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവൻ നൈസായിട്ട് ആ പേപ്പർ റോളിന്റെ ഒരു ഭാഗം അത് ആ വെള്ളത്തിൽ സ്ക്രാച്ച് ചെയ്ത് ഇപ്പോൾ ആ വലിയ സ്റ്റാച്യൂലേക്ക് ചാടി കയറും. അത് കണ്ട് നമ്മുടെ ആൾക്കാരും ആ എൽഡർ ലേഡിയും ആ മമ്മിയും അവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി പോകും. ഗോക്കു ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് എടുത്തു ചാടി ഫൈറ്റിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവൻ ആ പേപ്പറൊക്കെ പറത്തും. എന്റെ ലക്ഷ്യം അത് വളരെ വാലിഡാണ്, എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല എന്ന് പറഞ്ഞ് ഗോക്കു വീണ്ടും വാമ്പൊക്കെ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ടെൻസ്ഡായ മമ്മിയാണെങ്കിൽ ഇപ്പോൾ ഗോക്കുവിന് നേരെ പാഞ്ഞടുക്കും. ആ മമ്മിയാണെങ്കിൽ അവൻ്റെ പേപ്പർ വീണ്ടും ഗോക്കുവിന് നേരെ വലിച്ചെറിയാണ്. പക്ഷെ ഗോക്കു ആണെങ്കിൽ നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പായി ഹായായിട്ട് നിൽക്കും. മമ്മി അവനെ പഞ്ച് ചെയ്യാൻ അവൻ്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അടുത്ത നിമിഷം അവനൊരു വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഗോക്കു ആണെങ്കിൽ അവൻ്റെ പഞ്ചിൽ നിന്ന് തെന്നി മാറി കൈ ചുരുട്ടി ഒരു ഒറ്റ ഇടി. ആ ഒരു ഇടിയിൽ ഫുള്ളായിട്ട് നോക്കൗട്ട് ആവുകയാണ്. പിന്നെ അവൻ അനക്കമില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. മാസ്റ്റർ ആണെങ്കിൽ അവന്റെ പവർ കണ്ട് ബാക്കിയുള്ളവരോട് പറയും, ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്, ഒരു ഇമ്മോർട്ടലിനെ പോലും അവൻ തോൽപ്പിച്ചിരിക്കുകയാണ്. സാധാരണ 3 വർഷം ട്രെയിനിങ് ഒക്കെ എടുത്ത് വളരെ വളരെ പവർഫുൾ ആയവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയൂ. പക്ഷെ അവന്റെ ബോഡിയിൽ തനിയെ അവന്റെ പവറുകൾ കൂടി വരികയാണെന്ന് പറയും. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഈ മാച്ചിൽ നീ ജയിച്ചു, പക്ഷെ അടുത്തത് വരാൻ പോകുന്നത് ശക്തന്മാരാണ്, അവരെ അത്ര എളുപ്പത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് രണ്ടുപേര് പരസ്പരം കാര്യമായിട്ട് ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കും. എൽഡർ ലേഡി ആണെങ്കിൽ ഇപ്പൊ അടുത്ത മത്സരാർത്ഥി അവിടേക്ക് വിളിക്കുകയാണ്. അത് കേട്ട് റോഷി അദ്ദേഹം ഞെട്ടുകയാണ്. ഓ നോ, ഇവൻ ലാസ്റ്റ് ഫൈറ്റ് ചെയ്യേണ്ട ഫുൾ ഫൈറ്ററാണ്. അവനാണ് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഗോക്കുവായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് അടുത്ത മത്സരാർത്ഥിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ കൊമ്പൻ അവൻ അങ്ങനെ പുറത്തേക്ക് കടന്നു വരും. അവനാണെങ്കിൽ അവിടേക്ക് എത്തേണ്ട താമസം അവന്റെ ചിറകുകൾ വീശി അടിച്ച് പറക്കാനായിട്ട് തുടങ്ങുകയാണ്. അത് കണ്ട് ഗോക്കു അവൻ ഞെട്ടും. ഒൽമയാണെങ്കിൽ വിളിച്ചു പറയും, ഇത് ചീറ്റിംഗ് ആണ്, അവനെ കൊണ്ട് ഫ്ലൈ ചെയ്യാൻ കഴിയും, ഗോക്കുവിന് ഫ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് അവനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വീണ്ടും വെല്ലുവിളിക്കും. അവനാണെങ്കിൽ ഫ്ലൈ ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കും. ഗോക്കുവിന്റെ ക്ലോസ് തന്നെ താമസം അവൻ കൈ ചുരുട്ടി അവന്റെ വയറ്റില് ഒരൊറ്റ അടി. അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ വന്ന് അവിടെ നിൽക്കും. പക്ഷെ വീണ്ടും കൺട്രോൾ പോയി താഴേക്ക് പോവാണ്. അവൻ താഴേക്ക് നോക്കും. അവൻ ലാവയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവനത് കാണേണ്ട താമസം പേടിച്ച് ഇപ്പൊ മുകളിലേക്ക് പറക്കും. എൽഡർ ലേഡി ആണെങ്കിൽ അതുകൊണ്ട് ഷോക്ക് ആവുകയാണ്. ബൊൽമയ്ക്കും ടീമിനും ആണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. ബൊൽമയാണെങ്കിൽ മാസ്റ്റർ റോഷിയോട് പറയും, നമ്മുടെ ഗോക്കുവിന്റെ പവർ എന്താണെന്ന് അവർക്കറിയില്ല, തീർച്ചയായിട്ടും അവനെ തോൽപ്പിക്കും. അത് കേട്ട് മാസ്റ്റർ പറയും, അത് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം അവന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ഇതുവരെ ആ കൊമ്പം കാണിച്ചിട്ടില്ല. എൽഡർ ലേഡി ആണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. അതിനാ കൊമ്പം പറയും, ഞാൻ അല്പം ഒന്ന് അടി തെറ്റിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, ഞാൻ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ഫുൾ പവറിൽ തോൽപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചിറകൊക്കെ വിരിച്ചു കാണിക്കും. കൊമ്പനാണെങ്കിൽ ഇപ്പൊ അവന്റെ 2 കൈ നീട്ടി അത് അവന്റെ തലയിലേക്ക് തന്നെ പോയിന്റ് ചെയ്യും. അതിനുശേഷം ഗോക്കുവിനോട് പറയും, ഈ ലോകം തന്നെ നശിപ്പിക്കുന്ന ഒരു പവറാണ് നെഗറ്റിവിറ്റി, അസൂയ, വെറുപ്പ്, വാശി, എല്ലാ നെഗറ്റിവിറ്റിയുടെ അടയാളങ്ങളാണ്, അതുപയോഗിച്ച് ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. അത് കണ്ട മാസ്റ്റർ റോഷി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോക്കു ഓടിക്കോ, അവനവന്റെ മൈൻഡ് ഉപയോഗിച്ച് നിന്നെ പൂർണ്ണമായിട്ടും തകർത്ത് കളയും. ഇവിടെ ആ എൽഡർ ലേഡി അവരാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.